കോൺഗ്രസിലെ അനൈക്യത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീർ. വിജയിക്കാൻ ഐക്യം വേണമെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇത് ഗൗരവത്തോടെ കാണണമെന്നും മുനീർ പറഞ്ഞു. ഞാൻ പറയുന്നത് അതാണ്. എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണിത്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ്സാണ് മുന്നണിയെ നയിക്കുന്നത്. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ഇതിനെ ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹൈക്കമാൻഡും ഇതിനെ ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവരുടെ കാര്യത്തിൽ കയറി നമ്മൾ ഇടപെടുന്നൊന്നുമില്ല. പക്ഷേ അവരും നമ്മളും ഉള്ളതാണ് മുന്നണി തിരിച്ചു വരണം എന്നുള്ള ഒരു സന്ദർഭത്തിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്, എല്ലാ ഘടകങ്ങളും. അപ്പോൾ ഈ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഉറപ്പ്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, കോൺഗ്രസിൽ അനൈക്യമാണ്, അത് മുസ്ലിം ലീഗ് പരസ്യമായി തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പ്രത്യേകമായി യോഗം ചേർന്ന് കോൺഗ്രസിലെ അനൈക്യത്തിൻ്റെ വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ അനൈക്യം വീണ്ടും UDF അധികാരത്തിൽ വരുന്നതിന് വലിയ തടസ്സമാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. അത് തന്നെയല്ലേ മുനീറിൻ്റെ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത്? ഗോകുൽ കെ വേണുഗോപാൽ. ലീഗിന് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. കാരണം കഴിഞ്ഞ 2 ടീമുകളായിട്ട് അധികാരത്തിന് പുറത്താണ് മുസ്ലിം ലീഗും UDF-ഉം. ഈ തവണ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് വഴി UDF-ന് സാധിക്കുന്നില്ല എന്നൊരു പരാതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഈ കോൺഗ്രസിനകത്തെ കേരളത്തിനകത്തെ അനൈക്യവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള എം.കെ. മുനീറും ഇതേ ആരോപണവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. കാരണം 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. UDF മുന്നണി ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകണം. ആ ഐക്യത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കേണ്ടത് മുന്നണിയിലെ പ്രബല കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആണ്. ഇത് കോൺഗ്രസ് ആദ്യം തിരിച്ചറിയണം എന്നുകൂടി ഒരു ഉപദേശം എന്നോണം എം.കെ. മുനീർ നേതൃത്വത്തിന് നൽകുന്നുണ്ട്. ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ പറയുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് തർക്കവും നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് തുടങ്ങിയിരുന്നു. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കോൺഗ്രസിനെ അനൈക്യം മാറുന്നു. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഒരുപാട് ഗ്രൂപ്പുകൾ എന്ന രീതിയിലാണ് മാറുന്നത് എന്നൊരു വിമർശനം നേരത്തെ തന്നെ മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായിരുന്നു. നേരത്തെ 2 ഗ്രൂപ്പുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും ഒരുപാട് ഗ്രൂപ്പുകൾ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു. അങ്ങനെ UDF-ലെ വിജയ സാധ്യത അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ മുന്നണിക്കകത്തുണ്ടാകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. അതിനെതിരെ ഈ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വം ക്രിയാത്മകമായി ഇടപെടണമെന്നൊരു ആവശ്യമാണ് എം.കെ. മുനീർ മുന്നോട്ടേക്ക് വെക്കുന്നത്. വിനോദം, തീർച്ചയായും വിജയിക്കാൻ കോൺഗ്രസിനുള്ളിലെ അനൈക്യം തടസ്സമാകുന്നു. UDF വീണ്ടും അധികാരത്തിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം കോൺഗ്രസിലെ അനൈക്യം തന്നെയാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. അതുതന്നെയാണ് എം.കെ. മുനീറിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.